الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ സജീവ ചർച്ചക്കും കൂടുതൽ പരിഗണനക്കും എടുക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, 1-2 മാസത്തെ അവരുടെ വെക്കേഷൻ കഴിഞ്ഞ് SSLC അതല്ലെങ്കിൽ +2 പോലുള്ള പരീക്ഷകളുടെ റിസൾട്ടുകൾ കാത്തിരുന്ന് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്കേവർക്കും ഏറെ ആശങ്കയും ആലോചനയുമുള്ള സമയമാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ച്. കുടുംബ ബജറ്റുകളിൽ തന്നെ കാര്യമായൊരു വിഹിതം മക്കളുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ യൂണിഫോം വേണം, പുസ്തകങ്ങൾ വേണം, ബാഗ്, കുട, ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നീക്കിവെക്കുന്ന ഒരു സാഹചര്യത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട, കരുതേണ്ട ചില സംഗതികൾ സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു തരുന്ന ചരിത്ര കഥകളിൽ മക്കളെയും മാതാപിതാക്കളെയും നേരിട്ട് പ്രതിപാദിക്കുന്ന പല ചരിത്രങ്ങളും കാണുവാൻ സാധിക്കും.
അതിലൊന്നാണ് ഒന്നാമത്തെ റസൂൽ കൂടിയായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി, ചരിത്രവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ പറഞ്ഞ കാര്യം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നാട്ടുകാരോടും വീട്ടുകാരോടും എന്ന് വേണ്ട സകല മനുഷ്യരോടും രാപ്പകൽ വ്യത്യാസമില്ലാതെ 950 വർഷക്കാലം അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ സന്ദേശങ്ങൾ എത്തിച്ചുകൊടുത്ത് സജീവമായി അദ്ദേഹം ദഅവത്ത് നിർവഹിച്ചു. ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നു, ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറ. രാവും പകലും വ്യത്യാസമില്ലാതെ റബ്ബേ എന്റെ ജനതയെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു, റബ്ബിലേക്ക് ഞാൻ ക്ഷണിച്ചുകൊണ്ടിരുന്നു. 71-ാം അധ്യായം സൂറത്തു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേരിൽ തന്നെ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. അതിന്റെ 5-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ വളരെ തുച്ഛം ചില ആളുകൾ മാത്രമേ അദ്ദേഹത്തിൽ വിശ്വസിച്ചുള്ളൂ, അദ്ദേഹത്തെ അംഗീകരിച്ചുള്ളൂ. വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്, വളരെ തുച്ഛം ചില ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിരന്തരമായ ദഅവാ പ്രവർത്തനങ്ങൾ കേട്ടിട്ട് നിരന്തരമായി ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും അദ്ദേഹത്തിൻ്റെതായി അവർക്ക് ചെന്നെത്തിയിട്ടും സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിച്ചത്. ആ തുച്ഛം ചില ആളുകളിൽ സ്വന്തം ഭാര്യയില്ലായിരുന്നു എന്നത് ഖുർആൻ എടുത്തു പറയുന്ന ഒരു ചരിത്രമാണ്. സൂറത്തു തഹ്രീമിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും, ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. 950 വർഷം ദഅവത്ത് ചെയ്ത നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭാര്യ, ആ പ്രവാചകൻ സമൂഹത്തിന് വിളംബരം ചെയ്ത, എത്തിച്ചു കൊടുത്ത ഹിദായത്തിലേക്ക്, ഈമാനിലേക്ക് നടക്കുവാൻ അവർക്ക് തൗഫീഖ് ഉണ്ടായില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവിശ്വാസികളായ ആളുകൾക്ക് ഉപമയായി, ഉദാഹരണമായി ഖുർആൻ എടുത്തു പറഞ്ഞപ്പോൾ ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്, 2 പ്രവാചകന്മാരുടെ ഭാര്യമാരെ ഖുർആൻ പ്രത്യേകം പരാമർശിച്ചത് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ സ്വന്തം മകൻ ആ കൂട്ടത്തിൽ ഉണ്ടായില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സത്യപ്പെടുത്തി അംഗീകരിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾക്ക് കാതോർത്ത് അനുസരിച്ച വിശ്വാസികളായ തുച്ഛം വരുന്ന ആളുകൾക്കിടയിൽ സ്വന്തം മകൻ ഉണ്ടായിരുന്നില്ല എന്നും ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് ഹിദായത്ത് നൽകുക എന്നത് പടച്ച റബ്ബിന്റെ മാത്രം കയ്യിലിരിക്കുന്ന സംഗതിയാണ്. അള്ളാഹുവിന്റെ അപാരമായ അതിമഹത്തായ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ള കാര്യം ഖുർആൻ എടുത്തുണർത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ആഗ്രഹിച്ചു, തന്റെ വാപ്പയുടെ ശേഷം തന്നെ വളർത്തിയ, തന്നെ വലുതാക്കിയ ആ പിതൃവിനു വേണ്ടി, അബൂ ത്വാലിബിനു വേണ്ടി, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ടാൽ വിശ്വാസിയാണ് എന്നതിന്റെ പേരിൽ ആ ആനുകൂല്യം വെച്ചുകൊണ്ട് റബ്ബിനോട് എനിക്ക് പറയാൻ സാധിക്കും. അങ്ങനെ നിരന്തരം ശ്രമിച്ചിട്ടും അബൂ ത്വാലിബിന് ഈമാൻ കിട്ടിയില്ല എന്നത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന സംഗതിയാണ്. അതിൽ വേദനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുവാൻ താങ്കൾക്ക് സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഹിദായത്ത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ച ആളുകൾ അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് റബ്ബിനോട് ശുക്റുള്ളവരായി തീരാൻ ശ്രമിക്കണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. പിതാവെന്ന നിലയിൽ ശക്തമായ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകി. ശക്തമായ പ്രളയം ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഭൂമി ആസകലം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥ. അദ്ദേഹത്തിന്റെ വീടും അതേപോലെ തന്നെ പരിസരങ്ങളും എന്നുവേണ്ട കുന്നുകളും മലകളുമെല്ലാം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ആ സമയത്ത് വാപ്പയായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചു, രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരാൻ, രക്ഷയുടെ കപ്പലിലേക്ക് കാലെടുത്തു വെക്കാൻ. പക്ഷേ മകൻ നിരസിച്ചു. അതാണ് ഖുർആൻ ഞാൻ ഓതി കേൾപ്പിച്ച 11-ാം അധ്യായം സൂറത്തു ഹൂദിലെ 42-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. പർവ്വത സമാനമായ വലിയ വലിയ തിരമാലകൾക്കിടയിലൂടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും സത്യവിശ്വാസികളും മുവഹിദീങ്ങളുമായ തുച്ഛം വരുന്ന ചില ആളുകളെ ആ കപ്പലിൽ കയറ്റി ആ കപ്പലങ്ങനെ സഞ്ചരിക്കുകയാണ്. വനാദാ നൂഹുൻ ഇബ്നഹു. ആ സന്ദർഭത്തിൽ വെള്ളത്തിന്റെ ഉയർച്ച താഴ്ചകൾ കണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചു സ്നേഹത്തോടുകൂടി. എന്താണ് പറഞ്ഞത്? തന്റെ മകനെ, വകാന ഫീ മഅ്സിലിൻ, മകനാണെങ്കിൽ വളരെ ദൂരത്താണ്. ആ വെള്ളം അങ്ങനെ ഉയർന്നു പൊന്തുമ്പോൾ
മകനെ വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യർകബ് മഅന, എന്റെ പൊന്നുമോനെ ഈ കപ്പലിലേക്ക് നീ ഒന്ന് കയറ്. വലാ തകും മിനൽ മഅൽ കാഫിരീൻ, നന്ദികെട്ട അവിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽ പൊന്നുമോൻ പെട്ടുപോകരുത് എന്ന് പറഞ്ഞ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കെഞ്ചി കേണ് വിളിക്കുന്നത് നമുക്ക് ഖുർആനിലൂടെ തന്നെ വായിക്കുവാൻ സാധിക്കും. പക്ഷേ ആ മകൻ അത് നിരസിച്ചു. ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നീന്തി ഏതെങ്കിലും മലയുടെ മുകളിൽ എത്തിപ്പെട്ടോളാം, നിങ്ങളുടെ കപ്പലിൽ ഞാൻ കയറാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാരത്തോടെ നിരസിച്ച ആ മകന്റെ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോഴും സ്നേഹനിധിയായ പിതാവ് എന്താണ് വരാൻ പോകുന്നത് എന്ന് കൃത്യമായി അറിയുന്ന റബ്ബിന്റെ വഹയുള്ള പ്രവാചകൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു, ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇന്നൊരാൾക്കും സാധ്യമല്ല, അതുകൊണ്ട് മോനെ ഒന്ന് കയറൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. സഹോദരങ്ങളെ, ഒരു മകന്റെ, ഏതൊരു മകന്റെയും വിഷയത്തിൽ ഒരു പിതാവിന്റെ മനസ്സും വേദനയും സങ്കടവും എല്ലാം ആ വരികളിൽ, ആ വാചകങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. കെഞ്ചി വിളിച്ച് രക്ഷയുടെ കപ്പലിലേക്ക് കയറാൻ ആവർത്തിച്ച് ക്ഷണിക്കുമ്പോൾ ആ മകന് കയറാൻ സാധിച്ചില്ല. ഇത്തരം എത്രയോ മാതാപിതാക്കൾ, സഹോദരങ്ങളെ നമുക്കിടയിൽ കാണുവാൻ സാധിക്കും. മക്കളെ പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, മോളെ അല്ലെങ്കിൽ മോനെ ആ വഴിക്ക് പോകല്ലേ, ആ ബന്ധം നമുക്ക് നല്ലതല്ല, ആ കൂട്ടുകെട്ട് നമുക്ക് വേണ്ട എന്നിങ്ങനെ നിരന്തരം ഉപദേശിച്ച് അവരെ ഗുണദോഷിച്ച് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ അതൊക്കെ തട്ടിമാറ്റിക്കൊണ്ട്, തള്ളിക്കളഞ്ഞുകൊണ്ട്, ആ വാപ്പയുടെയും ഉമ്മയുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കുന്ന മക്കൾ ഒരുപക്ഷെ നമ്മുടെയും കുടുംബങ്ങളിൽ, പരിസരങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. സ്നേഹനിധിയായ മാതാപിതാക്കളുടെ കരുതലും കാവലും വലിച്ചെറിഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്നവർ ചിന്തിക്കുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ അവർക്ക് കൃത്യമായ പാഠമുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകന്റെ അന്ത്യം എന്തായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞു തരുമ്പോൾ ആ മാതാവിന്റെയും പിതാവിന്റെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഏത് വഴിക്കാണോ നിങ്ങൾ പോകുന്നത് അവിടെയൊന്നും ഗുണം പിടിക്കുകയില്ല എന്നതിന്റെ വ്യക്തമായ പാഠമാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ദുനിയാവിലും ആഖിറത്തിലും നഷ്ടം മാത്രമേ അത്തരം ആളുകൾക്കുണ്ടാവുകയുള്ളൂ. നേരെ മറിച്ചും ചില മാതാപിതാക്കളുണ്ട്. എങ്ങനെ? മക്കൾ എന്തു പറഞ്ഞാലും, അവർ എന്ത് ആവശ്യപ്പെട്ടാലും പടച്ചറബ് വിലക്കിയ തെറ്റായ ഹറാമായ വഴികളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലായാലും ഗുരുതരമായ അപരാധങ്ങൾക്ക് തന്നെയും കൂട്ടുനിൽക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. മക്കളെ ഗുണദോഷിക്കാൻ, തിരുത്താൻ തയ്യാറല്ലാത്ത മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവരും വിരൽ കടിക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. കണ്ണീര് കുടിക്കേണ്ടി വരും. കാലം സാക്ഷിയാണ്, അനുഭവങ്ങൾ എമ്പാടുമുണ്ട്. അതിനാൽ വിശ്വാസികളായ നമ്മൾ വെള്ളിയാഴ്ച കുറച്ച് ഒഴിവ് സമയം കിട്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നതല്ലല്ലോ പള്ളിയിൽ. ഈ അരമണിക്കൂറാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകൂ. നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ആ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന, ദുഃഖഭാരത്താൽ അപമാനിതരായി, നിന്ദരായി നമ്മൾ ദുനിയാവിൽ മാറാതിരിക്കാൻ, പരലോകത്ത് വിരൽ കടിക്കാതിരിക്കാൻ, കൈകടിക്കാതിരിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കളോട് നമുക്ക് ആത്മാർത്ഥമായി സ്നേഹമുണ്ടെങ്കിൽ അവർക്കൊരു കരുതലാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ പകർന്നു കൊടുക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒന്നാമതായി നമ്മെ സൃഷ്ടിച്ച, അവരെ സൃഷ്ടിച്ച പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു മകനാണ്, ഒരു മകളാണ് നമുക്കുള്ളതെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുവാൻ നമുക്ക് സാധിക്കണം. അതിന്റെ പേരിൽ അവരെ വെറുക്കുവാനും വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാനുമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് അവരോട് അവരുടെ ബുദ്ധിക്കനുസരിച്ച്, അവരുടെ പഠനത്തിനും ചിന്തക്കും അനുസരിച്ച് അവരോട് ചോദിക്കണം, മോനെ, ശൂന്യതയിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് നമുക്കറിയില്ലേ? തീർച്ചയായും നാം ഉപയോഗിക്കുന്ന, എഴുതാൻ ഉപയോഗിക്കുന്ന പേനയും ഒരു ഫോണും അത് താനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുമോ? എങ്കിൽ ഈ കാണുന്ന അത്ഭുതങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയത് ആരാണ് എന്നുള്ള രീതിയിൽ അവരെ ചിന്തിക്കുവാനും, അവരോട് ആലോചിക്കുവാനും, അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുവാനും നമുക്ക് സാധിച്ചാൽ അൽ ഈമാനു ബിവുജൂദില്ല, പടച്ചറബ് ഉണ്ട് എന്നതിൽ ഉറച്ച വിശ്വാസം നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ, മനസ്സിൽ നട്ടുവളർത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മളെ കൊണ്ട് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ
അറിവുള്ള പണ്ഡിതന്മാരോട് പ്രബോധകന്മാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനസ്സിൽ കുഫറിന്റെ എല്ലാവിധ അഴുക്കുകളെയും നീക്കി ഈമാനിന്റെ നല്ല വിത്തുകൾ പാകുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എത്ര കണ്ട് സാധിച്ചിട്ടുണ്ട്? മക്കളുടെ ദീനീ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ, മതബോധത്തിന്റെ വിഷയത്തിൽ നമ്മൾ എത്ര കണ്ട് വീഴ്ച വരുത്തിയിട്ടുണ്ടോ അതനുസരിച്ചേ നമ്മൾ സങ്കടപ്പെടേണ്ടതുള്ളൂ. അതനുസരിച്ചാണ് നമ്മൾ കൈകടിക്കേണ്ടി വരുന്നത്. മക്കളെ വിളിച്ചാൽ കിട്ടുന്നില്ല, മക്കൾ വളരെ മോശമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നെല്ലാം പരിതപിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിർവഹിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട സംഗതിയാണ്. അതേപോലെ ആ റബ്ബിനെ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരിലുള്ള 71-ാം അധ്യായം സൂറത്ത് നൂഹ് നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ അക്കമിട്ട് പറയുന്നത് കാണുവാൻ സാധിക്കും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് വാനലോകത്ത് നിന്ന് തുടരെ തുടരെ മഴ വർഷിപ്പിച്ചു തന്നവനാണ് പടച്ചറബ്. വെള്ളമില്ലാതെ, എന്തിനേറെ പൊരിയുന്ന വെയിലത്ത് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഒരു തണൽ കൊതിക്കാറുണ്ട്. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി നമ്മുടെ നാക്ക് വലഞ്ഞു പോകാറുണ്ട്. ആ വെള്ളം ആരാണ് തന്നത്? മോനെ, മോളെ, പടച്ചറബിന്റെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ. വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം അത് പുഴയായും നദിയായും ഒക്കെ ഒഴുക്കി തന്നവൻ, അതേപോലെ തന്നെ സമ്പത്തും സദ്ദാനങ്ങളും നൽകിയവൻ. ഇതൊക്കെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുക്കുകയാണ് പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ റബ്ബ് ചെയ്യുന്ന കാര്യങ്ങൾ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, ആ റബ്ബിനെ മനസ്സിലാക്കുമ്പോൾ പടച്ച റബ്ബിന്റെ അഫ്ആലുകൾ, അള്ളാഹു ചെയ്യുന്ന പ്രവർത്തികൾ ഓരോന്ന് വിശദീകരിക്കുന്നുണ്ട് ഖുർആൻ. സൂറത്ത് നൂഹിലെ ശേഷമുള്ള 12-14 ആയത്തുകൾ, ആ 14 മാത്രമല്ല 20-ാമത്തെ ആയത്ത് വരെ നീണ്ടുപോകുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ റബ്ബിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്ന വാചകങ്ങൾ. എന്നിട്ട് ചോദിക്കുകയാണ് ആ റബ്ബിനോടുള്ള ഹക്കുകളെ സംബന്ധിച്ച്. ആ ഹക്കുകൾ, പടച്ചവനുമായിട്ടുള്ള ബാധ്യതകൾ, കടമകൾ, ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അതാണ് ഖുർആൻ അവിടെയും ചോദിച്ചത്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് ജീവൻ നൽകിയ, നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ഒരുക്കി തന്ന ആ പടച്ച റബ്ബിനെ നിങ്ങൾ എന്തൊരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ല, അവരെ നിങ്ങൾ ആദരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട്, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അല്ലയോ മുആദ്, നിനക്കറിയുമോ അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് പടച്ച റബ്ബിനോടുള്ള ഹക്കുകളെ സംബന്ധിച്ച്? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിന്റെ ഹക്കുകൾ നിറവേറ്റുന്ന വിശ്വാസികളായ അടിമകളോട് പടച്ചവനേറ്റിട്ടുള്ള ബാധ്യത എന്താണ് എന്ന് മോനെ മുആദേ നിനക്കറിയുമോ എന്ന് ചോദിക്കുന്ന ഒരു രംഗം ഹദീസുകളിൽ നമുക്ക് കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭാഷണങ്ങൾക്കിടയിൽ പറഞ്ഞു കൊടുക്കുന്നു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ്, അള്ളാഹ്ക്ക് കിട്ടേണ്ട, അടിമകളിൽ നിന്ന് കിട്ടേണ്ട അവകാശം അഥവാ അടിമകളുടെ മേൽ ബാധ്യതയായിട്ടുള്ള ഹക്കായിട്ടുള്ള കാര്യം അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. ഏറ്റവും ഒന്നാമതായി ഏത് ഘട്ടങ്ങളിലും എന്ത് തന്നെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണ് എങ്കിലും, ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും നട്ടം തിരിയുമ്പോഴാണെങ്കിലും പടച്ച റബ്ബിനോടല്ലാതെ ഒരാളോടും ഒരു സൃഷ്ടിയോടും ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത്, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കുവാൻ പാടില്ല എന്നത് പടച്ച റബ്ബിനോടുള്ള ഹക്കാണ്. അതിന് വിരുദ്ധമായി അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു കാര്യം അല്ലാത്ത ആരോടും, അത് തങ്ങളാകട്ടെ, ബീബിയാകട്ടെ, അമ്പിയാക്കളാകട്ടെ, മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, പടച്ച റബ്ബിന്റെ സൃഷ്ടികളിൽ ഒരാളോടും ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ അത് ശിർക്കായി മാറും. നരകത്തിൽ ശാശ്വതമാകുന്ന, സ്വർഗം എന്നേക്കും നിഷിദ്ധമാക്കുന്ന ആ അപരാധത്തിൽ ചെന്നുപോകും. അതിനാൽ നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്നതാണ് റബ്ബിനോടുള്ള ഒന്നാമത്തെ ഹക്ക്. فإن حق العباد على الله إذا فعلوا ذلك أن يدخلهم الله الجنة. പടച്ച റബ്ബ് നിശ്ചയിച്ച ആ ഹക്ക്, റബ്ബിനോടുള്ള ആ ഹക്ക് അവർ നിർവഹിച്ചാൽ തീർച്ചയായും അവരെ അള്ളാഹു നരകത്തിലിട്ട് കഷ്ടപ്പെടുത്തുകയില്ല, അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതാണ് റബ്ബ് ഏറ്റ ഹക്ക്, അള്ളാഹു ഏറ്റെടുത്ത ബാധ്യത. ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ മക്കളോടും പറഞ്ഞു കൊടുക്കണം, നമുക്കും നല്ല ബോധ്യമുണ്ടാകണം. അതേപോലെ തന്നെ ദീനിയായ അധ്യാപനങ്ങൾ പകർന്നു നൽകണം. നല്ല നല്ല
ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്ന ആളുകളാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും. നല്ല സ്ഥാപനങ്ങൾ അന്വേഷിച്ച് അവിടെ അഡ്മിഷൻ കിട്ടാൻ ആരെയെല്ലാം കാണണം, അതിനുവേണ്ടി ഓടാൻ നമുക്ക് പ്രയാസമില്ല. എങ്കിൽ സഹോദരങ്ങളെ, നല്ല ദീനീ വിദ്യാഭ്യാസത്തിനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എവിടെ പഠിപ്പിച്ചാലാണ് നന്നായി പഠിക്കാൻ പറ്റുക, എവിടെ പഠിപ്പിച്ചാലാണ് ശരിയായ വിശ്വാസവും ആദർശവും കിട്ടുക, നന്നായി ഭംഗിയായി ഖുർആൻ ഓതാൻ പറ്റുക, ഇങ്ങനെ ദീനീ വിദ്യാഭ്യാസങ്ങളെ സംബന്ധിച്ചും നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു കരുതൽ ആകാൻ നമുക്ക് സാധിക്കണം. ചെറുപ്പത്തിലേ അത് വേണം, എങ്കിൽ മാത്രമേ അത് ഫലപ്പെടുകയുള്ളൂ. നമ്മൾ പറയാറുണ്ടല്ലോ, അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, അത് അടക്കാമരമായി കഴുങ്ങായി കഴിഞ്ഞാൽ പിന്നെ സഹിച്ചേ മതിയാകൂ. അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത അധ്യാപനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഉത്തമമായ മാതൃകകൾ. ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹുമ, അബൂ സലമയുടെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, കുൻതു ഗുലാമൻ ഫീ ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിൽ വളരുവാൻ ഭാഗ്യം ലഭിച്ച ഒരു കുട്ടിയായിരുന്നു ഞാൻ. വകാനത് യദി തതീഷു ഫി സഹഫ, ഭക്ഷണത്തളികയിൽ പാത്രത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നാൽ എന്റെ കൈ എല്ലായിടത്തേക്കും അങ്ങനെ പരന്ന് നിരന്ന് നീങ്ങുമായിരുന്നു. അതും ഇതുമൊക്കെ വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വികൃതി കുട്ടിയായിരുന്നു ഞാൻ. അദ്ദേഹം തന്നെ പറഞ്ഞുതരാം. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രംഗം കണ്ടപ്പോൾ കുട്ടിയല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നെവർ മൈൻഡ് ആക്കല്ലേ നമ്മൾ പലപ്പോഴും അങ്ങനെയാ ചെയ്യൽ. മക്കളോടൊത്ത് ഭക്ഷണം കഴിക്കുവാൻ പോലും നമുക്ക് നേരമില്ല, അത് വേറൊരു കാര്യം. ഇനി അഥവാ മക്കളിൽ ഇതേപോലെയുള്ള വൈകല്യങ്ങളും വികൃതികളും കുസൃതികളും കണ്ടാൽ കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് കണ്ണടക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ഉമർ ഇബ്നു അബീ സലമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഗുലാം, മോനെ, സമ്മില്ല, ബിസ്മില്ല പറഞ്ഞ് നീ തിന്നണം. ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് വേണം നീ തിന്നാൻ. വകുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് നീ തിന്നണം. വകുൽ മിമ്മാ യലീക്, നിന്റെ അടുത്തു നിന്ന് നീ തിന്നണം. അപ്പൊ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വളരെ അർത്ഥവത്തായ 3 കാര്യങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം തന്നെ പറയുകയാണ്, ഫമാ സാലത് തിൽക തുഅമതി ബഅദു, അതിനുശേഷം ഞാൻ അങ്ങനെയല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്. വലത് കൈ കൊണ്ട് ബിസ്മി പറഞ്ഞ് അടുത്തു നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം ഞാൻ അപ്പടി സ്വീകരിച്ചു. അതാണ് ചെറുപ്പത്തിലുള്ള ശീലം നമ്മൾ മരിക്കുന്നത് വരെയും നമ്മുടെ കൂടെയുണ്ടാകും എന്ന് പറയാൻ കാരണം. അതേപോലെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, പെൺകുട്ടികൾ ചിലപ്പോൾ വസ്ത്രം ധരിച്ചത് നേരെയല്ലെങ്കിൽ, അവരുടെ കഴുത്തും മാറുമൊക്കെ പുറത്തു കാണുന്ന രീതിയിലാണ് അവർ ഇറങ്ങിപ്പോകുന്നതെങ്കിൽ, വാപ്പയും ഉമ്മയും കണ്ടിട്ട് അതിന് നേരെ കണ്ണടക്കുന്നുവെങ്കിൽ ആ മക്കളെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന അവസ്ഥ വിദൂരമല്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നേരെയാക്കിയിടുവാൻ പറയാനുള്ള ആർജവവും തന്റെ ഇടവും അതിനേക്കാൾ ഉപരി കരുതലും കാരുണ്യവും നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സമയത്തിൽ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കണം. ശകാരിക്കേണ്ടി വന്നാൽ, ഷൗട്ട് ചെയ്യേണ്ടി വന്നാൽ മക്കളെ ശകാരിക്കുവാനും തിരുത്തുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 7 വയസ്സ് മുതൽ നിങ്ങൾ അത് തുടങ്ങണം. 10 വയസ്സായിട്ട് നിങ്ങളുടെ മക്കൾ നിസ്കരിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുവാൻ അവർക്ക് അർഹതയില്ല എന്ന രീതിയിൽ അവരെ ശാസിക്കണമെന്ന് മാത്രമല്ല, ഫളിബൂഹും അലൈഹാ, അതിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ തലോടൽ മാത്രമല്ല, തല്ലേണ്ട രംഗവും ഇസ്ലാമികമായി ഒരു പാരന്റിങ്ങിന്റെ ചുമതലയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കണ്ണടക്കുന്നത് കൊണ്ട്, വീഴ്ച വരുത്തുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ മാറിയിരുന്ന് നെടുവീർപ്പിടുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അതേപോലെ നന്മകൾക്ക് അവരെ പ്രേരിപ്പിക്കണം, അവർക്ക് നല്ല നല്ല വസിയത്തുകൾ കൊടുക്കണം, നല്ല നല്ല ആളുകളുടെ കൂടെ ചേരുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നബിമാരുടെ മാതൃകയായി നമുക്ക് കാണുവാൻ സാധിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരുടെ ചരിത്രങ്ങൾ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവരുടെ മക്കളോട് വസിയ്യത്ത് ചെയ്തു. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മക്കളെ, നിങ്ങൾക്ക് പടച്ചറബ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്
അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളാൻ ആ ദീനിൽ നിങ്ങളെ ജീവിപ്പിച്ചു എന്നത്, അതിന്റെ വക്താക്കളാക്കി നിങ്ങളെ മാറ്റി എന്നത്. അതുകൊണ്ട് എന്റെ പൊന്നുമക്കൾ, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ആ ദീനിന്റെ വക്താക്കളായിട്ടല്ലാതെ ദീൻ കൈയൊഴിച്ച് വലിച്ചെറിഞ്ഞു പോകുന്നവരായി ഒരിക്കലും മാറരുത്, അങ്ങനെ മരിക്കാൻ ഇടവരരുത് എന്ന് വസിയത്ത് കൊടുക്കുകയാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകന്റെ മകൻ അഥവാ ഇസ്ഹാഖ് നബിയുടെ മകനായ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതേപോലെ ഖുർആൻ വീണ്ടും ചോദിക്കുന്നു, അം കുൻതും ശുഹദാഅ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത്, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരണമാസന്നമായ സമയത്ത് നിങ്ങൾ ആ സദസ്സിലുണ്ടായിരുന്നോ? ഖുർആൻ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇദ് ഖാല ലിബനീഹി, മക്കളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, മാ തഅബുദൂന മിൻ ബഅദി, വാപ്പയാകുന്ന എന്റെ വിയോഗത്തിന് ശേഷം, കാലശേഷം മക്കളെ നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക? ആർക്കാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക? എന്റെ ഈ എസ്റ്റേറ്റ് ആര് നോക്കും? എന്റെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ആര് നടത്തും എന്നല്ല, ദുനിയാവിലെ കാര്യങ്ങളല്ല ആ മക്കളോട് ചോദിക്കുന്നത്. മറിച്ച് ആദർശപരമായ വിഷയം, ദീനിയായ ഏറ്റവും വലിയ അനുഗ്രഹമായി പടച്ചറബ് നൽകിയ ഹിദായത്തിന്റെ വിഷയം, അതാണ് മക്കളോട് ഗൗരവത്തോടു കൂടി ചോദിച്ചത്. ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദ. വാപ്പ, ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങൾ പഠിപ്പിച്ചു തന്ന ആശയം, ആ ആദർശത്തിൽ നിങ്ങളുടെ ഇലാഹിനെ, അതേപോലെ തന്നെ നിങ്ങളുടെ പിതാക്കന്മാരായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെയൊക്കെ അഭയവും ആശ്രയവും ആരാധ്യനുമായ ആ ഇലാഹായ പടച്ചറബിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന കറകളഞ്ഞ ഈമാനിന്റെയും തൗഹീദിന്റെയും പാതയിൽ തന്നെയാണ് എന്റെ മക്കൾ എന്ന സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ആ പ്രവാചകന്മാർക്ക് സാധിച്ചു. അങ്ങനെ ഉപദേശിക്കുവാനും ശ്രദ്ധിക്കുവാനും കഴിയുന്നവർക്കേ ആ മക്കളെ ഉപകരിക്കുകയുള്ളൂ ദുനിയാവിലും ആഖിറത്തിലും. ഈ ലോകത്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരെ തിരുത്താനും അവർക്ക് വേണ്ടി വേദനിക്കുവാനും അവർക്കൊരു കരുതലാകാനും അവരുടെ പേരിൽ സഹതപിക്കുവാനും അവരെ കൈപിടിച്ച് നേരെയാക്കുവാനും സഹായിക്കുവാനും ഒക്കെ പറ്റൂ. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ സാധ്യമല്ല എന്ന് മാത്രമല്ല, അവർ നമ്മുടെ കൂടി രക്ഷയ്ക്ക് മുന്നിൽ തടസ്സം നിൽക്കുന്ന ചോദ്യചിഹ്നങ്ങളായി വരുമെന്ന് ഖുർആൻ താക്കീത് ചെയ്തിട്ടുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. ഏതൊരു മനുഷ്യനും തന്റെ സഹോദരനിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് എല്ലാവരും ഓടിയകലും. ഒരു മകൻ അല്ലെങ്കിൽ മകൾ, അവർക്കൊരു വേദനയുണ്ട്, അവർക്കൊരു ജലദോഷപ്പനിയുണ്ട്, അവർക്കൊന്ന് ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്നു എന്നറിഞ്ഞാൽ ഉറക്കമൊഴിക്കുന്നവരാണ് മാതാപിതാക്കളെങ്കിൽ, അവരെ കൊണ്ട് എടുത്ത് ഓടുന്നവരാണ് ഹോസ്പിറ്റലിലേക്ക്. എങ്കിൽ ദുനിയാവിൽ വെച്ച് അങ്ങനെയൊക്കെയാണെങ്കിൽ പരലോകത്ത് ആ മക്കളെ നേരിട്ട് കണ്ട് എന്റെ മോനാണ്, എന്റെ മോളാണ് എന്നറിഞ്ഞാലും അവരെ ശ്രദ്ധിക്കാൻ, അവരിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ മനസ്സില്ലാതെ സ്വന്തം കാര്യങ്ങളുമായി വിലപിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്ന ലോകമാണ് പരലോകം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആ ദിവസം ഒരു മക്കളും ഒരു സമ്പത്തും ഒരാൾക്കും ഉപകരിക്കുകയില്ല. നല്ല മനസ്സോടുകൂടി സംശുദ്ധമായ ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും അടിസ്ഥാനത്തിൽ അമല് ചെയ്ത് നല്ലവരായി ചെന്ന ആളുകൾക്കല്ലാതെ ഒന്നും ഉപകരിക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ ദിവസത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മറ്റൊരു വചനം, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ. ഒരു മാതാവിനും ഒരു പിതാവിനും തന്റെ മക്കൾക്കോ ഒരു മക്കൾക്കും തന്റെ മാതാപിതാക്കൾക്കോ യാതൊന്നും ഉപകാരം ചെയ്തു കൊടുക്കുവാൻ കഴിയാത്ത ദിവസം എന്താണ്? അവരെ പകരം കൊടുത്തിട്ടാണെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് അലമുറയിടുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മആരിജ് 70-ാം അധ്യായം അതിലെ 11 മുതൽ 14 വരെയുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി. കുറ്റവാളികളായ ആളുകൾക്ക് ആ ദിവസം അല്ലാഹു കാണിച്ചു കൊടുക്കും, അവരുടെ മക്കളെ കാണിച്ചു കൊടുക്കും. ആ മക്കളെ മാതാപിതാക്കൾ കാണുമ്പോൾ അവർ പറയും, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി. എന്റെ മക്കളെ വേണമെങ്കിൽ പടച്ചവരെ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ ആളി കത്തിച്ചോ, ആ നരകത്തിന്റെ വിറക് കൊള്ളികളാക്കി അതിലെ ഇന്ധനമാക്കി എന്റെ മക്കളെ മാറ്റിക്കോ, പക്ഷേ എന്നെ അതിൽ നിന്ന് രക്ഷിക്കണം. വസ്വാഹിബതിഹി വഅഖി, എന്റെ ഇണയെ, എന്റെ സഹോദരനെ, എന്റെ കുടുംബത്തെ എല്ലാവരെയും, വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി,
ദുനിയാവിലുള്ള എല്ലാവരും തന്നെ നരകത്തിലേക്ക് പോയാലും അതിലെനിക്ക് വേദനയില്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നായിരിക്കും കുറ്റവാളികളായ ആളുകൾ അന്ന് വിലപിക്കുന്നത്, കൈകടിക്കുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ താരങ്ങളാകുന്നവരല്ല നമ്മുടെ മക്കളെ നയിക്കേണ്ടത്. അവർക്കുള്ള ഇൻസ്പിരേഷൻ ആകേണ്ടത് ഈ കാണുന്ന ഏതെങ്കിലും അണ്ടനോ അടകോടനോ അല്ല, മറിച്ച് ദീനിയായ ഉപദേശ നിർദ്ദേശങ്ങൾ കാണിക്കാൻ നമുക്കാകണം. ശരിയായ വഴി കാണിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ല കൂട്ടുകെട്ടുകൾ സമ്മാനിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എങ്കിൽ ആ മക്കൾ നമുക്ക് ദുനിയാവിലും ഉപകരിക്കും, നാളെ പരലോകത്തും ഉപകരിക്കും. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി വളർത്തുവാനും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളും കുടുംബവുമായി മാറാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മക്കൾക്ക് വേണ്ടി നമ്മൾ കരുതലാകേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിനോട് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവരുടെ വികൃതിയിലും അവരുടെ പ്രവർത്തനങ്ങളിലും മനസ്സ് നൊന്ത് ശപിക്കുവാനല്ല, അവർക്ക് എതിരിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവർ നന്നാകാൻ വേണ്ടി, അവർക്ക് അനുകൂലമായി നന്മക്ക് വേണ്ടി ദുആ ചെയ്യണം. അതാണ് സലഫുസ് സ്വാലിഹീങ്ങളുടെ മാതൃക. നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ടാകും, പ്രവർത്തികളിൽ അവരിൽ നിന്നുണ്ടായിട്ടുണ്ടാകും. പക്ഷേ അവർക്ക് എതിരിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് പകരം നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രമുഖനായ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഇന്നി ല ഉസല്ലി, ഞാൻ നിസ്കരിക്കാൻ നിൽക്കും. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സുജൂദിലും അതേപോലെ തന്നെ അത്തഹിയാത്തിലുമൊക്കെ, അവസാനത്തെ അത്തഹിയാത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കാം, പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതാണ്. അങ്ങനെ ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫഅദ്കുറു വലദി, എന്റെ മക്കളെ കുറിച്ച് ഞാൻ ഓർക്കും. ഫഅസീദു ഫിസ്സലാത്തി, അങ്ങനെ നിസ്കാരം ഞാൻ ദീർഘിപ്പിക്കും. അപ്പൊ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ മക്കളെ ഓർക്കുകയും മക്കൾക്ക് വേണ്ടി ഞാൻ ധാരാളമായി ദുആ ചെയ്ത നിസ്കാരം അങ്ങനെ ദീർഘിച്ചു പോകും എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ തന്നെ ഫുളൈൽ ഇബ്നു ഇയാദ്, ഇസ്ലാമിക ലോകത്തെ അറിയപ്പെടുന്ന മഹാപണ്ഡിതനും വളരെ ഭക്തനായ ഒരു ത്യാഗീവര്യനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകൻ അലിയെ സംബന്ധിച്ച് അദ്ദേഹം പരമാവധി പരിശ്രമിച്ചു. പക്ഷേ മകൻ വാപ്പയുടെ വഴിയിൽ വരുന്നില്ല. അതിൽ സങ്കടപ്പെട്ട് ശപിക്കുകയല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറയുന്ന ഒരു പ്രാർത്ഥന ഇസ്ലാമിക ചരിത്രങ്ങളിൽ പ്രസിദ്ധമാണ്. അല്ലാഹുമ്മ ഇന്നി ജ്തഹദ്തു അൻ ഉഅദ്ദിബ അലിയ, എന്റെ മകൻ അലിയിനെ അദബ് പഠിപ്പിക്കാൻ, മര്യാദയുള്ള ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു മകനായി മാറാൻ പടച്ചവരെ ഞാൻ എന്റെ പരമാവധി പരിശ്രമിച്ചു. ഫലം അഖ്ദിർ അലാ തഅദീബിഹി, അവനെ അദബ് പഠിപ്പിക്കാൻ, അവനെ ദീനീ ബോധമുള്ള നല്ലൊരു മകനാക്കി വളർത്താൻ എനിക്ക് സാധിച്ചില്ല റബ്ബേ. എന്റെ കഴിവുകേട് ഞാൻ നിന്റെ മുന്നിൽ ബോധിപ്പിക്കുകയാണ്. ഫഅദ്ദിബുഹു ലി, അതുകൊണ്ട് എനിക്ക് വേണ്ടി എന്റെ മോനെ അല്ലാഹുവേ നീ നന്നാക്കി തരണമേ എന്ന് ആ വാപ്പ ഫുളൈൽ ആത്മാർത്ഥമായി ദുആ ചെയ്തപ്പോൾ ആ ദുആയുടെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത്, ഫുളൈലിന്റെ മകൻ അലി എന്ന് പറയണോ, അലിയുടെ വാപ്പ ഫുളൈൽ എന്ന് പറയണോ, ചരിത്രം പരിചയപ്പെടുത്തുമ്പോൾ വാപ്പയെ വെല്ലുന്ന മകൻ എന്ന രീതിയിലേക്ക് തെമ്മാടിയായി, തോന്നിവാസിയായി നടന്ന ആ മകൻ മാറി വന്നത് ഒരു വാപ്പയുടെ, ഒരു ഉമ്മയുടെ മനസ്സിൽ തട്ടിയ ദുആയാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ മക്കയിലെ പ്രമുഖനായ ഒരു ഇമാം, നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേട്ടിട്ടുണ്ടാകും. എല്ലാവരും ഇഷ്ടപ്പെടുന്ന മക്കയിലെ ഒരു ഇമാമിന്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഉമ്മയും വാപ്പയും ഒക്കെ ക്ഷണിച്ച് കുറെ അതിഥികൾ വരികയാണ്. ആ സന്ദർഭത്തിൽ കുസൃതി കുട്ടിയായ, വികൃതിയായ ഈ ചങ്ങാതി, ഈ കുട്ടി എന്ത് ചെയ്തു എന്നറിയോ? കുറെ മണല് വാരി അവർക്ക് വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ വിതറി തൂളി. നമ്മുടെയൊക്കെ വീട്ടിലായിരിക്കുമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ മക്കളെ കൈകാര്യം ചെയ്തിട്ടുണ്ടാകുക? പക്ഷെ ആ സ്നേഹനിധിയായ ഉമ്മ
അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ ഈ മോനെ ഹറമിന്റെ ഇമാമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ അത്ഭുതമാണ് നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ്. ഞാൻ പേര് ബോധപൂർവം പറയാതിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ മക്കൾ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചാലും മനസ്സ് നൊന്ത് അവർക്ക് എതിരിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ മക്കളും ശ്രദ്ധിക്കണം. വാപ്പയെ സംബന്ധിച്ച്, ഉമ്മയെ സംബന്ധിച്ച് അവർ എതിരിൽ പ്രാർത്ഥിക്കുന്ന, അവരുടെ മനസ്സ് വേദനിച്ച് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ദുആയുടെ അംശം റബ്ബിലേക്ക് ചെന്നാൽ അത് തിരിച്ചടിയാകും എന്ന് തിരിച്ചറിയുന്നത് പോലെ വാപ്പയും ഉമ്മയും എന്ത് ചെയ്യണം? അവർക്ക് അനുകൂലമായി പ്രാർത്ഥിക്കാൻ. റബ്ബ് ഏത് പ്രാർത്ഥനയും സ്വീകരിക്കും. അപ്പോ ദുരന്തമായി മാറാതിരിക്കാൻ, അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന അത്ഭുതകരമായ ദുആയായി മാറാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ ദുആയുടെ മാറ്റങ്ങൾ, ദുആയുടെ തഅ്സീർ, അതിന്റെ സ്വാധീനങ്ങൾ, ദുആ കൊണ്ട് ലോകത്തുണ്ടായ അത്ഭുതങ്ങൾ അനവധിയുണ്ട് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നാം ഒരു കരുതലാവുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി തഹജ്ജുദ് നമസ്കരിക്കുമ്പോഴും അതേപോലെ സുന്നത്ത് നമസ്കാരങ്ങളുടെ സുജൂദിലും അത്തഹിയാത്തിലുമൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യുവാനും നമുക്ക് സാധിക്കണം. എങ്കിൽ നമ്മുടെ മക്കൾ ദുനിയാവിലും പിഴക്കുകയില്ല, ഏത് അപകടങ്ങളിലും ചെന്നു ചാടാതെ ദുനിയാവിൽ രക്ഷപ്പെടും, പരലോകത്തും രക്ഷപ്പെടും. അവരാണ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഒരാൾ മരിച്ചാൽ എല്ലാം തീർന്നു, ദുനിയാവുമായിട്ടുള്ള എല്ലാ കണക്ഷനുകളും. 3 കാര്യങ്ങളിൽ പറഞ്ഞതിൽ ഒന്നാമതായി പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അയാൾക്ക് സ്വാലിഹായ ഒരു മോനുണ്ടെങ്കിൽ, ഒരു മോളുണ്ടെങ്കിൽ, വാപ്പക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെല്ലാം നന്മകൾ എവിടെയെല്ലാം അവർക്ക് കിട്ടും എന്നന്വേഷിച്ച് ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ല, ദീനിന്റെയും പരലോകത്തിന്റെയും വിഷയത്തിൽ അവരുടെ കാര്യത്തിൽ ഒരു കരുതൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.